ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. വടകരയിലെ സിറ്റിംഗ് എം പി കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കുമെന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതേസമയം വടകരയിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയാകും. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കും. ബാക്കി സീറ്റുകളിൽ സിറ്റിംഗ് എം പിമാരെ മത്സരിപ്പിക്കാനും ധാരണയായിട്ടുണ്ട്. പത്മജ BJPയിലെത്തിയ സാഹചര്യത്തിലാണ് തൃശൂർ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് കരുണാകരന്റെ പഴയ തട്ടകത്തിലേക്ക് മകൻ K മുരളീധരൻ എത്തുന്നത്. പ്രതിപക്ഷ നേതാവായ VD സതീശനാണ് മുരളീധരന്റെ പേര് തൃശൂരിൽ മുന്നോട്ട് വെച്ചത്. അതേസമയം മുരളീധരൻ തൃശൂരിലേക്ക് വരുന്നതോടെ TN പ്രതാപനെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കാമെന്നാണ് ധാരണ. വടകരയിൽ ഷാഫി പറമ്പിൽ എത്തുന്നതോടെ മുസ്ലിം പ്രാതിനിധ്യവും കോൺഗ്രസ് ഉറപ്പിക്കും. ആലപ്പുഴയിൽ പല പേരുകളും പരിഗണിച്ചെങ്കിലും KC വേണുഗോപാൽ മത്സരിക്കണമെന്ന ആവശ്യത്തിൽ സംസ്ഥാന നേതാക്കൾ ഉറച്ചുനിന്നു. ഇതോടെയാണ് KC വേണുഗോപാൽ തീരുമാനമറിയിച്ചത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും കണ്ണൂരിൽ K സുധാകരനും സ്ഥാനാർത്ഥികളാകും. മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ചെങ്കിലും കണ്ണൂരിൽ CPM സ്ഥാനാർത്ഥി MV ജയരാജനെ തോൽപ്പിക്കാൻ സുധാകരൻ മത്സര രംഗത്തുണ്ടാവുമെന്ന നേതൃത്വം ഒറ്റക്കെട്ടായി പറഞ്ഞതോടെ സുധാകരൻ സമ്മതിക്കുകയായിരുന്നു. ബാക്കി സീറ്റുകളിൽ സിറ്റിംഗ് MPമാർ മത്സരിക്കുവാനും ധാരണയായി. കേരളത്തിലെ 16 സീറ്റുകളിലും ധാരണയായെന്നാണ് KPCC അധ്യക്ഷനും K സുധാകരനും ഇന്നലെ പ്രഖ്യാപിച്ചതെങ്കിലും ആലപ്പുഴ സീറ്റിലെ KCയുടെ സ്ഥാനാർത്ഥിത്വം AICC വീണ്ടും വിലയിരുത്തുകയാണ്. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഒരു സംസ്ഥാനത്ത് മത്സരിക്കുന്നതാണ് AICC വിലയിരുത്തുന്നത്. BJP പ്രതീക്ഷയർപ്പിക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ നേരിട്ടുള്ള മത്സരത്തിനാണ് മുരളീധരൻ ഒരുങ്ങുന്നത്. നേമത്തെ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം തൃശൂരിലും BJP വിരുദ്ധ രാഷ്ട്രീയത്തിന് ശക്തി പകരുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മുരളി ഒഴിയുന്ന വടകരയിൽ KK ശൈലജയെ നേരിടാൻ ഷാഫി പറമ്പിലെത്തും. സാമുദായിക പരിഗണന കൂടി കണക്കിലെടുത്താണ് പാലക്കാട്ട് നിന്ന് ഷാഫി പറമ്പിൽ MLAയെ വടകരയിൽ മത്സരിപ്പിക്കുന്നത്. T സിദ്ദീഖിന്റെ പേരും അവസാന ഘട്ടം വരെ പരിഗണിച്ചു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തുടരും. കണ്ണൂരിൽ K സുധാകരനും വീണ്ടും മത്സരിക്കും. ഈഴവ മുസ്ലിം പ്രാധാന്യം ഉറപ്പായതോടെ ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കാനാണ് നിലവിലെ ധാരണയെങ്കിലും രാഹുലും KCയും കേരളത്തിൽ മത്സരിക്കുന്നത് വേണോ എന്നാണ് AICC ചിന്തിക്കുന്നത്. ബാക്കി സിറ്റിംഗ് MPമാർ എല്ലാവരും തുടരും. എന്തായാലും കേരളത്തിൽ ലോക്സഭാ ഇലക്ഷൻ ചൂടുപിടിക്കുകയാണ്. ഇതിനിടയിലായിരുന്നു പത്മജയുടെ BJPയിലേക്കുള്ള കൂടുമാറ്റവും സംഭവിച്ചിരുന്നത്.